നേന്ത്രയുടെ വില ഉയർന്നതോടെ ഇത്തവണ ഉപ്പേരി വറുത്തതിന്റെ വിലയും കുത്തനെ കൂടുമെന്ന് ഉറപ്പായി. മലപ്പുറത്ത് വെളിച്ചെണ്ണയിൽ വറുത്ത ഉപ്പേരിയുടെ വില കിലോയ്ക്ക് 380 രൂപയാണ്. ശർക്കര ഉപ്പേരിയുടെ വിലയിലും വർധനവാണ് ഉണ്ടാകുന്നത്. മലപ്പുറത്ത് നിന്നും CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്ക് നോക്കാം. നേന്ത്രക്കായുടെ വില അങ്ങനെ കൂടി വരുമ്പോൾ അത് ഏറ്റവും ആദ്യം പ്രതിഫലിക്കുക വറുത്തുപ്പേരിയുടെ വിപണിയിലാണ്. നമ്മളുള്ളത് മലപ്പുറത്തെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിലാണ്. ഇവിടെ വെളിച്ചെണ്ണയിലാണ് ഈ കായ വറുക്കുന്നത്. ഈ നേന്ത്രക്കായുടെ വില കൂടുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വിപണിയെ ബാധിച്ചിരിക്കുന്നത്? ഉപ്പേരി വിപണിയെ നമുക്ക് സാധാരണ എല്ലാ കഴിഞ്ഞ വർഷത്തേക്കാളും ഒരുപാട് മാറ്റമുണ്ട്. ഇപ്രാവശ്യം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്രാവശ്യം 380 രൂപക്കാണ് 1 കിലോ ശർക്കരപ്പേരിയൊക്കെ വെക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 360 20 രൂപേൻ്റെ മാറ്റം കിലോത്തിന് ബാധിച്ചിരിക്കുന്നത്. അത് നേന്ത്രക്കായ നല്ല അടിച്ച് കയറി. ഒന്നാമത് നാടൻ നേന്ത്രക്കായ ഇല്ല, രണ്ടാമത് വയനാടിനും ഇല്ല. ഇപ്പോൾ അന്യ സംസ്ഥാനത്തിനാണ് സാധനം വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വില കയറാനുള്ള സാധ്യത. അത് ഈ ശർക്കര ഉപ്പേരിനെയും ബാധിക്കുമോ? തീർച്ചയായിട്ടും ശരിക്കും മാർക്കറ്റിൽ ശരിക്കും ബാധിക്കുന്നുണ്ട്. കോഴിക്കോട് മറ്റുള്ള ജില്ലകളിലൊക്കെ 400 പുറത്താണ് സാധനം വിൽപ്പന. നമ്മളിവിടെ 380 ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഒരു മാറ്റക്കുറവ് കാരണമാണ് നമുക്ക് 380 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ട് മറ്റു ജില്ലകളിലേക്ക് കൊടുക്കുന്നുണ്ടോ? ഇല്ല, ജില്ലകൾക്ക് നമ്മൾ നേരിട്ട് കസ്റ്റമർക്ക് മാത്രമേ ഉള്ളൂ. ഷോപ്പുകൾക്കൊന്നും കൊടുക്കണില്ല. നേരെ ലൈവല്ല, വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിട്ട് നേരെ കസ്റ്റമർക്ക് മാത്രം കൊടുക്കുക. ഇനിയിപ്പോൾ വില കൂടാൻ സാധ്യത ഉണ്ട്. കാര്യം ഓണം വരാൻ കൂടുകയാണ്. പക്ഷേ ഞങ്ങളെ ശർക്കരപ്പേരിക്ക് ഇതിനും വല്ല മാറ്റം വരില്ല. നേന്ത്രക്കായ ഇനിയും കൂടുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റ് ചെന്നപ്പോഴും പറഞ്ഞ് ടൈറ്റാണ്, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നേന്ത്രക്കായ ഇനിയും കയറും. പക്ഷെ നമ്മളെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കേണ്ട ഈ സാധനം ഏതായാലും ഈ വിലയിൽ തന്നെ നിർത്തും. നേന്ത്രക്കായുടെ വില കൂടും, വെളിച്ചെണ്ണയുടെ വില കൂടും. സ്വാഭാവികമായിട്ടും വല്ലാത്തൊരു വിലക്കയറ്റം വരും മാർക്കറ്റിൽ. വിലക്കയറ്റം തീർച്ചയായിട്ടും വരും, എന്തായാലും വരും. കാരണം വെച്ചാൽ പുറമെ ഈ ഹോൾസെയിലായിക്കാണ്ട് ചെയ്യുന്നവർക്കൊക്കെ സാധനം കിട്ടണില്ല. നേന്ത്രക്കായ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിലയിൽ നല്ല മാറ്റം വരും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റീറ്റെയിലിൽ നമുക്ക് 360 കിട്ടിയ സാധനമാണ് ഇപ്രാവശ്യം 400 പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ല വിലയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എല്ലാത്തിലും ബാധിക്കും. ഇതേപോലെ ഈ അതേ ബനാനയിൽ ഉണ്ടാക്കേണ്ട എല്ലാ സാധനത്തിനും വിലയിൽ മാറ്റം വരും. കാരണം വെളിച്ചെണ്ണയും വില ജാസ്തിയാണ്, പിന്നെ നേന്ത്രക്കായും ജാസ്തിയാണ്. അതാണ് മെയിൻ കാരണം. ഒഴിവാക്കാൻ പറ്റില്ല ഓണത്തിന്. അതെ, ഓണത്തിന് നിർബന്ധമുള്ള 2 സാധനമാണ്. പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞാൽ ചുക്ക്, കുരുമുളക്, നല്ലീരപ്പൊടി ഇതൊക്കെ ശരിക്കും ചേർത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും അതാണ്. നമ്മൾ കസ്റ്റമർ കാലങ്ങളായിട്ടുള്ള കസ്റ്റമറാണ്. അവരെന്നെ നമുക്ക് ഈ എല്ലാ കൊല്ലം വരാനുള്ളത്. അത് ഷോപ്പുകൾക്കൊന്നും കൊടുക്കണില്ല. ഉണ്ടാക്കേണ്ട എല്ലാ സാധനം ഇവിടെ നമ്മളെ നേരിട്ടുള്ള കസ്റ്റമർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി ഉൽപ്പാദനം കൂട്ടേണ്ടി വരും അല്ലേ? ഉൽപ്പാദനം ഒരുവിധമൊക്കെ നമ്മൾ ചെയ്തിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. അത്തം സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് മൊത്തം ശർക്കര പെട്ടെന്ന് മൊത്തമായിട്ട് പരിപാടിയും ശർക്കരപ്പേരിയും വറുത്തപ്പേരിൻ്റെ പണി മാത്രമായി മാറും. ആണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഇനിയും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള വിലയായിട്ടാണ് ഇപ്പോൾ 380 രൂപ കിലോയ്ക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ മറ്റിടങ്ങളിൽ, മലപ്പുറത്തിന് പുറമെ മറ്റിടങ്ങളിൽ ഇതിനേക്കാൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഉള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇതിലും കൂടാനുള്ള സാധ്യത ഉണ്ടെന്നും ഇവർ വ്യക്തമാക്കുമ്പോൾ ഓണം വിപണി കൈ പൊള്ളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.